എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സിമ്പിളായി നല്ല രുചിയോട് കൂടിയ ഒരു മത്തി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഉണക്കൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇനി ഒരു 10-15 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ ചതച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം. 2 തക്കാളിയും ഒരു 3 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കണം. 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് മുഴുവനായി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും മീൻ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ മീനെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.